ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി കല്യാണം ചെയ്യുന്നത് റൈറ്റ് ഓർ റോങ്? ഈവൻ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ല, സിസ് ജെൻഡറിൽപ്പെട്ടവർ പോലും കല്യാണം കഴിക്കുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്. മനസ്സിലായില്ലേ? ഇപ്പം 100 പവൻ 200 പവൻ 500 പവനൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിടുന്ന പെൺകുട്ടികളുള്ള നാടാണിത്. ട്രാൻസ് കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തിക്കോ. ഇത്തരം സ്വർണ്ണങ്ങൾ കൊടുത്ത് കല്യാണം കഴിക്കുന്ന പാരൻസ് ഈ കുട്ടികളുടെ ടാലൻറ്റും കൂടി ചേർത്തിട്ടാണ് വിവാഹം കഴിക്കുന്നത്. യുനോ, ഈ കുട്ടി ഒരു നല്ല ഡാൻസർ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യുന്ന കുട്ടിയായിരിക്കാം, നന്നായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടിയായിരിക്കാം, എന്തൊക്കെയോ കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. ഇതും കൂടി ബോക്സിലാക്കിയിട്ടാണ് ഏതോ ഒരുത്തൻ്റെ കയ്യിൽ 500 പവൻ 2 കോടി 1 കോടി ചിലവാക്കി കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞൊരു 6 മന്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ സ്വർണ്ണമെല്ലാം എവിടെ പോയി? ഈ പണമെല്ലാം എവിടെ പോയി? അവൾക്ക് അടിയും പിടിയും ചവിട്ടും കുത്തും തന്നെയാണ്. അവൾക്ക് യാതൊരുവിധ ഫ്രീഡവും ഇല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഇന്നും എൻ്റെ സ്വാതന്ത്ര്യം എവിടെയെന്ന് ചോദിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? എനിക്ക് സ്വാതന്ത്ര്യമില്ല, എനിക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് സംസാരിക്കുന്ന ഒരുപറ്റ സ്ത്രീകളാണ്. അവർ അടുക്കളയിൽ നിന്ന് പുക കൊള്ളുകയാണ്. സോ വി ഹാവ് ഫ്രീഡം. അത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇവനിപ്പോൾ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നത് തെറ്റാണെന്നോ അതൊക്കെ ഒരു പാരൻസിൻ്റെ ഡ്രീമായിട്ട് കണക്കാക്കിയാൽ മതി. അറ്റ് ദ സെയിം ടൈമിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് സിസ് ജെൻഡറിൽപ്പെട്ട ബോയ്സ് വന്ന് കല്യാണം കഴിക്കുന്ന സമ്പ്രദായം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സീമേനെ കല്യാണം കഴിച്ചു. 2020 എൻ്റെ മകൾ ഹരിണി ചന്ദനനെ സിസ് ജെൻഡറിൽപ്പെട്ട ഒരാളാണ് വിവാഹം കഴിച്ചത്. അങ്ങനെ ഒരുപാട് പേരെ സിസ് ജെൻഡറിൽപ്പെട്ട ആൾക്കാർ കല്യാണം കഴിച്ചു. സിസ് ജെൻഡർ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ്, ഇപ്പം ഞങ്ങൾ ട്രാൻസ് കമ്മ്യൂണിറ്റികളാണ്. ഇപ്പം ഷക്കീല അമ്മേനെ പറ്റി പറയുവാണെങ്കിൽ ബയോളജിക്കലി ഫീമെയിലായിട്ട് ജനിച്ച ഒരാളാണ്. അപ്പോൾ ബയോളജിക്കലി അങ്ങനെ മെയിലായിട്ട് ഫീമെയിലായിട്ട് ജനിച്ച ആൾക്കാർ വന്ന് വിവാഹം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സീമയുടെ കല്യാണം തന്നെ വളരെ ഗ്രാൻഡായിട്ടാണ് നടത്തിയത്. അതുപോലെ ഒരുപാട് വിവാഹങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിന് നമ്മൾ എങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നവരാണ്. യാതൊരു പ്രോബ്ലം ഉണ്ടാവരുത്, നീ അവരുടെ ഇതാണ്, നീ ഇവരുടെ ഇതാണ്, അങ്ങോട്ട് നമസ്കരിക്കണം, ഇങ്ങോട്ട് നമസ്കരിക്കണം, അങ്ങനെ കൊണ്ടുപോകുന്നവർ ഇതിനേക്കാൾ ഉപരി ഒരു പാർട്ണർഷിപ്പ് ഡീഡാണ് അവിടെ വേണ്ടുന്നത്. യുനോ, ഏത് സമയം നമ്മുടെ പാർട്ണർഷിപ്പ്, നമ്മുടെ ഡീഡ് ക്യാൻസൽ ചെയ്യാം. വി ഹാവ് റൈറ്റ്സ്. ഞാൻ നിനക്ക് കമ്മിറ്റഡ് അല്ല, നീ എനിക്ക് കമ്മിറ്റഡ് അല്ല. നമുക്കിടയിൽ കുറേ കാര്യങ്ങളുണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ നീ കേൾക്കുന്നു, നീ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കുന്നു. അതിൽ വ്യത്യസ്തതകളുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം തീർക്കുന്നു. ഇനഫ്, അവിടെ തീർന്നു. അതർവൈസ് എൻ്റെ ഭർത്താവാണ് പറഞ്ഞത്, അയ്യോ എനിക്കതിന് ഭർത്താവിന് ഇത് കൊടുക്കണം, നീ ഭാര്യയാണ്, നീ അവിടെ നിൽക്കുക, നിൻ്റെ ഭാര്യ എന്ന് പറയുന്ന സ്ഥാനം ഇവിടെയാണ്, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന സ്ഥാനം ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൊസിഷനാണ് ഡെവലപ്പ് ചെയ്തു പോകുന്നത്. അത് വേണ്ട. വി ആർ പാർട്ട്നേഴ്സ്. അതായിരിക്കും നല്ലത്. നാളെ എനിക്ക് അങ്ങനെ വന്നാലും ഐ എം സോ ഹാപ്പി. വരും തീർച്ചയായിട്ടും ഒന്ന് വരും, ഒരു ഡീഡ് വരും നിനക്ക്. ഇപ്പോൾ ഈ സൊസൈറ്റി ഇന്നും കൂടി ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മേ ബി ഒരു 20-30% ആക്സെപ്റ്റ് ചെയ്തു. അതർ ദാൻ ദാറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് അമ്മയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പം അതൊരു എന്താ പറയുക, അമ്മ ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എത്ര വർഷമായി? 35 years ആയിട്ട് അല്ലേ? ഈ 35 yearsൽ ഷക്കീല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല കാണുന്നത്, സൊസൈറ്റി കാണുന്നത് ഷക്കീല എന്ന് പറയുന്നൊരു വ്യക്തിയെ അല്ല, ഷക്കീല എന്ന് പറയുന്നൊരു രൂപത്തെയാണ്, അല്ലേ? അത്തരം സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, വൈ പീപ്പിൾ ആർ ലൈക്ക് ദിസ്? എൻ്റെ ഈ ബോഡിയെ മാത്രം കാണുക, അല്ലെങ്കിൽ അതിനെ മാത്രം ആരാധിക്കുക, അതിനെ മാത്രം ഇഷ്ടപ്പെടുക, എന്നിലുള്ള സ്ത്രീയെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ എന്നിലുള്ള സ്ത്രീയെ കാണാനോ കഴിയാത്ത ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടല്ലോ എന്ന് എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. ഫോർ വൈ? ഈ ബോഡി ഇസ് വെരി പ്രഷ്യസ്, അല്ലേ? ആൻഡ് ഇത് കാണുന്ന എല്ലാവർക്കും നല്ല കണ്ണുണ്ട്. അവർ എന്നെ കണ്ട് രസിക്കുന്നുണ്ട്. ദാറ്റ്സ് ഓക്കെ വിത്ത് മീ. ബട്ട് ദിസ് ഇസ് ജസ്റ്റ് ദ ബോഡി. ദ സോൾ എല്ലാവർക്കും കാണാൻ പറ്റില്ല, അവർക്ക് കണ്ണില്ല. സോ ഞാൻ എന്തിനാ ഇവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്യണം? വൈ ഷുഡ് ഐ കംപ്ലൈൻറ്റ്? സി പ്ലീസ്, എൻ്റെ ബോഡീനെ നോക്കരുത്, എൻ്റെ മനസ്സിനെ നോക്ക്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഏജ് ബാർ ഇല്ല. ഒരു 15 വയസ്സ് കഴിഞ്ഞ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന എന്താ പറയുക 16 to 60 വരെ ഉള്ളവർക്ക് പോലും
ഷക്കീല ഈസ് നോട്ട് എ പേഴ്സൺ, ഷക്കീല ഇസ് നോട്ട് ഓൺലി ഫോർ ആറ്റം ബോംബ്, യുനോ. അത്തരം ഒരു കാഴ്ചപ്പാടിൽ കാണുന്ന ഒരു ലോകം നമുക്കുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അത്രത്തോളം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത് ഒട്ടും പറ്റാത്ത ഒരു കണ്ടീഷനിൽ എടുത്തെറിഞ്ഞിട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടാകുമല്ലോ. ഈവൻ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? കുറേ ഉണ്ട് അങ്ങനെ. ഉണ്ട്. ഫാമിലിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എൻ്റെ ഫാമിലിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. എൻ്റെ പൈസയിലാ ഇവരൊക്കെ പഠിച്ചത്, കല്യാണം കെട്ടിയത് എല്ലാം. പക്ഷേ ആ കല്യാണത്തിൽ പോലും എന്നെ വിളിച്ചില്ല. ആൻഡ് എന്താ കാര്യമായിരിക്കും, റീസണായിരിക്കും എനിക്ക് കല്യാണമാകാത്തത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചോ? ലവ് ഒക്കെ ഓക്കെ അവർക്ക്, പക്ഷെ കല്യാണം വരുമ്പോൾ ഷക്കീല. അപ്പോൾ ലവ് ചെയ്തത് ആരാ? ഷക്കീലവല്ലേ. സോ ഇങ്ങനെ എല്ലാം ലൈഫിൽ പ്രോബ്ലമാണ്. സോ നൗ ഐ ഫീൽ ലൈക്ക് നോ, ഐ എം ബ്ലെസ്ഡ് വിത്ത് ദിസ് ബോഡി. ആൻഡ് എപ്പോഴെങ്കിലും ഷക്കീല അമ്മയ്ക്ക് ഒരാളിൻ്റെ മുഖത്ത് ഒറ്റ അടി കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസരം കിട്ടിയാൽ അത് ചെയ്യുമോ? അയ്യോ, എനിക്ക് അറിയണമില്ല. ഒരു മിഷൻ ഗൺ കൊടുത്താൽ കടകട അത്ര ആളുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ. ബിക്കോസ് ഒരു സ്ത്രീ മാക്സിമം പുറത്ത് ആളല്ല, അല്ല ഫാമിലി മെമ്പേഴ്സ് പുറത്തല്ല. പുറത്ത് എന്നെ കാണുന്നവർ എങ്ങനെ വേണാ കാണട്ടെ, അവർക്ക് അവരുടെ മൈൻഡ്, അവർ ഹാർട്ട്, അവരുടെ കണ്ണ്. ഞാനിപ്പം അമ്മേനെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം തോന്നിയിട്ടുണ്ട്. ഓ മൈ വാട്ട് എ ഹാർട്ട്. അത്രയും പ്യുവർ ഹാർട്ടുള്ള ഒരാൾക്ക് മാത്രമേ കമ്മ്യൂണിറ്റിയിൽ കുറേ കുട്ടികളെ എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്താൻ കഴിയുള്ളൂ, ഇല്ലേ? പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ഒരു പെണ്ണ് കരുത്താർജിച്ച് വരുന്നത് എപ്പോഴും അവൾ അത്രത്തോളം ചവിട്ട് കൊണ്ട് മെതിച്ച് അവസാന നിമിഷമായിരിക്കും അവൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത്. ഇനി എനിക്ക് പറ്റില്ല എന്നുള്ള, എനിക്ക് അങ്ങനെ ഒരു ഷക്കീലയെ കാണാൻ കഴിയുന്നു. ഷക്കീല അമ്മയല്ല, അങ്ങനെ ഒരു ഷക്കീലയെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് അമ്മയുടെ ആ മുഖത്തെ ആ ഒരു ഗാംഭീര്യം വെച്ചിട്ട് എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴെങ്കിലും തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാളിൻ്റെ മുമ്പിലെങ്കിലും ഒന്ന് നിവർന്ന് നിൽക്കണം. എനിക്ക് അവിടെ പോയിട്ടൊന്ന് നിവർന്ന് നിൽക്കണം. എനിക്കൊരു 4 വർത്തമാനം എനിക്ക് അവിടെ നിന്ന് തല ഉയർത്തി നിന്ന് പറയണം എന്ന് തോന്നുന്ന ഒരു സാഹചര്യം വന്നാൽ അതെവിടെയായിരിക്കും? ഫാമിലി ഓവർ ഫിലിം ഇൻഡസ്ട്രി? ഫാമിലി. ബിക്കോസ് ഫിലിം ഇൻഡസ്ട്രി അല്ല കുട്ടി, ഫിലിം ഇൻഡസ്ട്രി എനിക്ക് കൊടുത്തത് ഫെയിം, മണി.